സ്കോർപ്പിയോക്കാരെ നമ്മളെ ബട്ടൺ ചുറ്റിക്കടാ അവര് ഒന്നാന്ന് ആലോചിക്കട്ടെ. അപ്പൊ അപ്രതീക്ഷിതമായിട്ട് ഒരാളെ കണ്ടുപിട്ടിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു സ്പോട്ടാണ്, പ്രത്യേകിച്ചിട്ട് കാസർഗോഡ് നിന്നെല്ലാം എറണാകുളം പോകുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഒരു സ്പോട്ടാണ്. കാരണം ഇവിടുന്ന് ഒരു ചായ ഒരു അരി ഉണ്ടേ കിട്ടും. കുയിസ് നമ്മൾ കണ്ണൂർ എത്തിയേട്ടാ. കണ്ണൂര് ചാടിക്കാൻ വെച്ചിട്ട് ഇങ്ങനെ KSRTC സ്റ്റാൻഡ് അവിടെ നിർത്തിയേട്ടാ. അപ്പൊ അത് മുമ്പിൽ ഒരുത്തർ ഉരുട്ടിക്കൊണ്ട് പോകാ. ഈയാടെ നമ്മളെ കൂടുതലവനാണ് ഉരുട്ടത്. ആ വണ്ടി എടുത്തടാ. അവിടെ വണ്ടി വെച്ചിട്ട് നമുക്ക് ഈ കാർ ഇതിലോട്ട് പോകാൻ പറ്റുന്നില്ല, പോകാൻ കഴിയില്ല. ഈ സൈഡിലും കാർ, ഈ സൈഡിലും കാർ, ഈ സൈഡിൽ ബൊലേറോ, ആ സൈഡിൽ കാർ. അപ്പോൾ ഇവൻ പറഞ്ഞാൽ നമുക്ക് വണ്ടിയുടെ തൽക്കാലം പാർക്ക് ചെയ്യാന്ന് വെച്ചിട്ട് ഇവിടെയുള്ള സ്കൂട്ടി എടുത്ത് മാറ്റിയത് അവർ. അപ്പോഴത്തേക്ക് ആ ബൊലേറോ എടുത്തിട്ട് പോയി. ഏതായാലും ഒരു കാര്യം ചെയ്യും, ആ ബൊലേറോ വെക്കുമ്പോൾ തന്നെ കുറച്ച് അടുപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല അല്ലേ? ഇവനെ കുറച്ച് അടുപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സീനില്ല. ഇപ്പം ഇനി പാസ്സായി, ഇനി പാസ്സായി. ഡോർ അടച്ചിട്ടില്ല, ഡോർ അടക്കാണ്ടെങ്കിൽ എടുത്തിന്. ആ ഓനടച്ച് ഡോറന്നടക്കല്ലേ, തുറന്നല് തുറന്നടക്കലല്ലേ പാമ്പെ. നീ ഓനപ്പുറത്തേക്കിനെ, നീലപ്പുറത്തേക്കിനെ അല്ല ഓനിപ്പുറത്തേന് ഇത് ഇന്ന് ഫുൾ കുഴപ്പമില്ല. ബാടാ ബാടാ. ആ മതി മതി, ചായ തരാ. വിട്ടോ വിട്ടോ. ഇപ്പൊ ഡോർ കൊണ്ട് പോകണ്ടേ? താറുണ്ടോന് ഇല്ലാത്ത കാൾടെക്സ് ചേട്ടാ, കാൾടെക്സ് എടുത്തോ. വേറെ വണ്ടിയൊന്നും വരാൻ കഴിയില്ലല്ലേ? നീ വിട്ടോടാ, നീ ഇവിടെ വെച്ചെന്നാ, എന്നിട്ട് നമുക്ക് എടുത്തിട്ട് പോവാം. അല്ലെങ്കിൽ ആടെ ബൈക്ക് വേണ്ടല്ല, അവിടെ വെക്കാൻ കഴിയോ? എന്നാൽ അവിടെ വെക്കാം, അവിടെ വെക്കാം. അവിടെ സ്ഥലമുണ്ട്, അവിടെ കാറിലും വെച്ചിട്ട് വാങ്ങുന്നുണ്ട്. അങ്ങോട്ട് വെക്കാം. ഇവർക്ക് ഇനി നാട്ടിലേക്ക് ചെറുത്തൂരേക്ക് 1 മണിക്കൂറും 14 മിനിറ്റ് കേട്ടോ. ഓക്കെ, 52 കിലോമീറ്റർ. ഈ സമയം നമ്മൾ നേരത്തെ ഈ 52 കിലോമീറ്ററിന് നേരത്തെ എത്ര മണിക്കൂറാണ് കാണിച്ചു തരാം? 2 മണിക്കൂറിലല്ലേ? എത്ര കാണിച്ചേ? 2.5 മണിക്കൂർ കാണിച്ചു അല്ലേ? അത് ബ്ലോക്ക് ആയതുകൊണ്ട് ടൈം അധികം കാണിക്കുന്നു. ഇപ്പം നോക്കി, ഇപ്പോൾ 1 മണിക്കൂറും 14 മിനിറ്റ് കാണിക്കുന്നുള്ളൂ. ഈ സമയത്ത് വണ്ടി ഇല്ലല്ലോ, വണ്ടി കുറവല്ലേ? വണ്ടി ഇല്ലാന്നല്ല, വണ്ടി കുറവ്, ബ്ലോക്ക് ഉണ്ടാവില്ലല്ലോ. ഇവിടെല്ലാം ഫുൾ ആക്റ്റീവ്. എനിക്ക് ഇവിടുന്ന് ചായ, ഇതാ നമ്മൾ ചായ ഉണ്ട്, ഇവിടുന്ന് ചായ കുടിക്കാം. ഓക്കെ, ഫാസ്റ്റെല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ ഷവർമയും കാര്യങ്ങളെല്ലാം ഫാസ്റ്റ് ഫുഡും അവിടെ ഉണ്ട്. നീ അയാളെവിടെ വെക്കാൻ വേണ്ടിക്ക് വന്നേന്ന് തോന്നറ നോക്കട്ടെ, നോക്കിയിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഗുയിസ്, വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് ചാടിക്കാം. സ്കോർപ്പിയോക്കാരെ നമ്മളെ ബട്ടൺ ചുറ്റിക്കടാ അവര് ഒന്നാന്ന് ആലോചിക്കട്ടെ. നീ ആ ചോന്ന കാറിന്റെ അപ്പുറം പോയിക്കാ. ഇല്ല, അവിടെ നിന്ന് വെക്കാൻ പറ്റില്ലടാ. നീ ആ ചോന്ന കാറിന്റെ അപ്പുറം പോ. എവിടെ അതെന്താ സംഭവം? ടാക്സി ആയിരിക്കില്ല, എന്താണെന്നറിയില്ല. ഒരാളവിടെ നിൽക്കുന്നുണ്ട്. എടാ, ആടെ ചോന്ന കാർ വെച്ചിട്ടുണ്ട്, അതുപോലെ കൊണ്ടുപോയി വെക്കാൻ വേണ്ടി. ബാ എടുത്തോ. എടാ ക്ലീനർ, നീ നോക്കിയിട്ട് പറ, നമ്മൾ വെക്കട്ട്. ഗുയിസ് അങ്ങനെ ഒടുവിൽ വണ്ടി വെച്ച് ഇവിടെ തൽക്കാലം സൈഡാക്കി വണ്ടി. വണ്ടിയുടെ സൈഡാക്കിയിട്ടുണ്ട്. ചങ്ങായേ വാ 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 വാടാ. ആ ഇന്ന് ഈ സമയത്തെല്ലാം അപ്ന ബ്യൂട്ടി, ഈ സമയത്തെല്ലാം ബ്യൂട്ടി പാർലർ ഓപ്പൺ ആണ്. അപ്ന ബ്യൂട്ടി ഹെയർ സലൂണ്. ആ ഇവർ രാത്രിയെല്ലാം ഫുൾ ടൈം ആളെ കടന്നിട്ട് ഫോണിനോട് കളിക്കുന്ന നിർത്താൻ ഫുള്ള് ഇത് തന്നെ കേട്ടോ. ഈ രാത്രി പോയി 12 മണിക്കെല്ലാം നമുക്ക് ഇവിടുന്ന് പിടിക്കാം അല്ലേ? എനിക്ക് എന്താ വേണ്ടി ഇവനെ? ഗൈസ് വാച്ച് രസമുണ്ടെങ്കിൽ പറയണേ, നമ്മൾ ഇവനെ ഇട്ടെന്ന് സ്റ്റൈലിൽ കയറുമ്പോൾ ഇട്ടെന്ന് കൊടുക്കണ വേണ്ടിയൊന്ന് ആലോചിക്കട്ടെ. അതെയോ, ടയറത്തിലുണ്ടോ എനിക്ക്? അരിയുണ്ടില്ല ഗൈസ്, അരിയുണ്ടില്ല. അരിയുണ്ട കഴിഞ്ഞു. ഒരു മുട്ട എടുക്കാം. ഈ ഒരു മുട്ട എടുക്കാം. മുട്ട ഒരു മുട്ട കേട്ടോ. മുട്ട ആ മുട്ട വേണം. മുട്ട ഒന്നുപോയി. ചൂടുണ്ടല്ലോ, കാതറല്ലേ? മുട്ട കുഞ്ഞത്. അവിടെ ഒന്നും വേണ്ടേ? പറഞ്ഞിട്ടില്ലേ? അവിടെ നിങ്ങൾക്ക് ചായ വേണ്ടേ? ഏട്ടാ ഒരു ചായ മധുരം കുറവേ, ഒന്ന് മധുരം കുറവ്. അപ്പം അപ്രതീക്ഷിതമായിട്ട് ഒരാളെ കണ്ടുപിട്ടിട്ടുണ്ട്. അറിയോ? അറിയുന്നവർ പറ. എങ്ങനെയുണ്ട് എടുത്ത ചായ? എങ്ങനെയുണ്ട് ചായ? എങ്ങനെയുണ്ട്? ഞങ്ങളുടെ ഒരു സ്പോട്ടാണ്, പ്രത്യേകിച്ചിട്ട് കാസർഗോഡ് നിന്നെല്ലാം എറണാകുളം പോകുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഒരു സ്പോട്ടാണ്. കാരണം ഇവിടുന്ന് ഒരു ചായ ഒരു അരി ഉണ്ടേ കിട്ടും. ഇന്ന് അരി ഉണ്ടയില്ല. അപ്പം അതിൻ്റെ ഒരു ബേജാറിൽ ഞങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ക്യാമറ ഓടിച്ചിട്ടുള്ള ആളെ പരിചയപ്പെടുന്നത്. എന്തായാലും കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഈ സ്പോട്ട് മറക്കണ്ട, ഇവിടെ നല്ല അരിയുണ്ടയും നല്ല ചായ കിട്ടും. വരാ തിന്നാ പോവാ.
ഇവരെ ഞാൻ കൊടുക്കണോ ഇവനെ ഞാൻ കൊടുത്തോളൂ വിട്ടോ വിട്ടോ ഈ എനങ്ങാണ്ടുന്നേ ഇവനെ രണ്ട് ചായ ഒരു കടി ആടെ ഒരു ചായ ഒരു കടി ഉണ്ടോ ഞാൻ ഇടയ്ക്ക് വരും ഞാൻ മിഞ്ഞാന്നല്ലേ വന്നിട്ട് പോയെ അന്ന് ഇവനില്ല ചേട്ടൻ ഹാപ്പി ഞങ്ങളങ്ങോട്ട് കാണാം കാണാട്ടോ കാസർഗോഡിലെ കാദർ കരിപ്പൊടി അപ്പോൾ അവന് വൈഫ് ഹൗസിലേക്ക് പോവുകയാണ് എറണാകുളത്തേക്കാട്ടം പോവുകയാണ് അപ്പോൾ ഇവിടുന്ന് ചായ പിടിക്കാൻ വേണ്ടിക്ക് നിർത്തിയതാണ് അപ്പോൾ ഇവിടുന്ന് ചായ പിടിക്കുന്ന കേട്ടോ അവർക്ക് പരിചയമുണ്ട് ചായക്കടക്കാർക്ക് അവനെ ഇനി എപ്പോഴാണ് കാദർ എന്നെല്ലാം ചോദിക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞാൽ വരൂ അതല്ല തന്നെ അങ്ങനെ വിചാരിക്കാണ്ട് ഒരാളൊക്കെ ഉണ്ട് അപ്പോൾ വിചാരിക്കാണ്ട് ഒരാളൊക്കെ ഉണ്ട് ലൈറ്റ് ഇടാം എൻ്റെ മോന്ത കാണണ്ടോ ഇതിട്ടോ ഇത് ഞെക്കിയാൽ മതി ആ യെസ് ഗൈസ് അപ്പോൾ കണ്ട പ്രതീക്ഷിക്കാത്ത ഒരാളൊക്കെ ഉണ്ട് ഇതാ പറയും അല്ലേ ഞാനിങ്ങനെ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ഇതെനക്ക് അറിയാം പക്ഷേ ഇങ്ങനെ അപ്പോൾ ഓൻ എന്നോട് കൈയോടാക്കി അതാണ് അവൻ്റെ അടുത്ത് പോയത് ബയ്യുണ്ട് ഇവനുണ്ട് ഇതേപോലെ എവിടെയോ കണ്ട പോലെ ഞാൻ ഇവനെ കണ്ടു ഇവനാ പക്ഷെ എനിക്ക് ഓടിയിട്ടില്ലല്ലോ അല്ല എനിക്ക് ഓടിയില്ല ഞാൻ എവിടെ കണ്ട ഞാൻ പ്രോഗ്രാമിന് കണ്ടതാണോ ആ അല്ല വീഡിയോസിൽ കണ്ടാണോ അങ്ങനത്തെ മനസ്സിലായി ഇൻസ്റ്റയിലെ വഴി കണ്ടതാണ് അതാണ് എന്തായാലും ഇതന്നെ നമ്മളെ ഇതല്ലേ യാത്രയിൽ പെടുന്ന തന്നെ യാത്ര ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ നമ്മൾ കണ്ടുമുട്ടുന്ന ആൾക്കാർ ഇങ്ങനത്തെ പല ആൾക്കാരും കണ്ടുമുട്ടും കോളിയായിരുന്നു അപ്പോൾ ഇനി ഇവിടുന്ന് നേരെ നാട്ടിലേക്ക് കേട്ടോ കഴിഞ്ഞ് പൈസ അങ്ങനെ ഇവിടുന്ന് പോയിട്ടോ പയങ്ങാടി അവിടെ എൻ്റെ ബാഗ് എടുത്താടാ ഇങ്ങനെ പയങ്ങാടി എത്തി അങ്ങനെ മനുഷ്യ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കാണാം കേട്ടോ ശരി ഇൻഷാ അല്ലാഹ് ഒരു ടാറ്റ പറയാടാ അവിടെ നീ എന്നെ വിളിക്കട്ടോ എന്തുകൊണ്ടെങ്കിൽ എന്തുകൊണ്ട് വിളിക്കട്ടോ ശരി നീ അവിടെ നാട്ടിലെത്തിയാ വിളിക്കേ ഇപ്പോൾ ഓക്കെ ഓക്കേടാ ശരി ബൈ 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 ആടാ നീ ഫ്രണ്ടിലിടാ അത് ഫോണാ ഓക്കേടാ ശരിടാ അവിടെ ചെക്കന് ഫുഡ് വാങ്ങി കൊടുക്കണേ പിലാത്തിലെ ചവിട്ടിക്കോട്ടാ ആടാ ശരിടാ നമ്മളെ വണ്ടീനുള്ളതല്ലേ അവനാ നെക്സ്റ്റ് കാണാം കേട്ടോ അപ്പോൾ അതുവരെ ബൈ ബൈ.